നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിലേക്ക് ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം മാറി എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം ദൈവാധീനം കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിലാണ് കർമാധിപതി നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിലൊരു സ്ഥാനചലനത്തിന് യോഗം കാണുന്നുണ്ട്. മാത്രമല്ല ബാധകസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവാണ്. അപ്പോൾ നാഗദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുള്ള കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കുറയാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള ടെൻഷൻ കണ്ടമാന അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 7-ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നവരും ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല നേട്ടവും അഭിവൃദ്ധിയും ഉയർച്ചയുണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാഴം 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ധനാധിപതിയും രക്ഷാസ്ഥാനാധിപതിയും ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നതിന് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ തൊഴിലിൻ്റെ കാര്യത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് കാലതാമസം അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ട് തൊഴിലെടുക്കാം കിട്ടും എന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിലെടുക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നിപുണായോഗം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയും. ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് കഴിവുണ്ടാവും. അപ്പോൾ ഈ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. എങ്കിൽ പോലും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ വീഴ്ച സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കണം. രണവാൻ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം കൊണ്ട് കടക്കാരൻ എന്തെങ്കിലും ബാധ്യതകളൊക്കെ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ലോണൊന്നും എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനായിട്ട് സമയബന്ധിതമായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ 10 രൂപ കൈ കിട്ടിയാൽ 20 രൂപ ചിലവ് വരാനുള്ളൊരു യോഗമാണ് ഈ മാസത്തിലുള്ള. ചിലവ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർദ്ധിക്കും. 4-ാം ഭാവശുദ്ധി ഉണ്ടെങ്കിലും അതിൻ്റെ 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഭവന സംബന്ധമായിട്ട് അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ വയ്യ. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് കളി എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാരണം പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിപുണായോഗം ഉണ്ട്, അതൊരു ഗുണമാണ്. ബുധശൂന്യവും വ്യാഴവും ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അതും ഗുണം തന്നെയാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിലും ശത്രു സ്ഥാനാധിപതിയാണ് സഹായസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ സുഹൃത്തുക്കൾ, അയൽവക്കത്തുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ മുഖാന്തരമൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്യാം. അതിനോടൊപ്പം നാഗപൂജ ചെയ്യണം. ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജൂൺ മാസത്തിൽ സാധിക്കുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ഈ രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.